നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടല്ലോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് കഥകളും കാര്യങ്ങളും ഒന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി മുതൽ എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ദേവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രേവതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ശ്രുതി ഇതിനു മുമ്പ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇതെന്നുള്ള ദൈവമേ, ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ. അപ്പൊ ശ്രുതി കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞെവിടെ? അതോ ഇനിയിപ്പോ കല്യാണത്തിന് ശേഷമാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ ടെൻഷനായി രേവതിക്ക്. ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രേവതി വീട്ടിലേക്ക് വരുന്ന വഴിയെല്ലാം രേവതി സ്കൂട്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഈ ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സച്ചി ഒരു ഓട്ടം പോരായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് സച്ചിക്ക് ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഓട്ടോ കിട്ടിയത്. അപ്പൊ സച്ചി അത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ടപ്പോൾ സച്ചി പറഞ്ഞു, അതെ ഞാനൊരു ഓട്ടം പോയിട്ട് വരാം, പെട്ടെന്ന് തന്നെ പോകണം, ഒരു ഹോസ്പിറ്റൽ കേസാണെന്ന് പറയണം. അപ്പോഴേക്കും രേവതി എന്ത് ഹോസ്പിറ്റൽ കേസ്? അതെ, ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പ്രസവവേദന തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറയണം. പ്രസവവേദന തുടങ്ങിയെന്നോ? അല്ല, ഇത് ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണെന്നൊക്കെ ചോദിച്ചു. അല്ല, രണ്ടാമത്തെ കുട്ടിയാ. അല്ല, രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ അപ്പൊ ആദ്യം അവർക്കൊരു കുട്ടി കാണൂല്ലോ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് രേവതിയുടെ മനസ്സിൽ. രേവതി അതൊക്കെ സച്ചിയോട് തുറന്ന് ചോദിക്കുകയും ചെയ്തു. കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സച്ചി ഒരു അമ്പരപ്പോടെ രേവതിയോട് നോക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റി? സത്യം പറ, നീ പോയ വഴിക്ക് നീ പൂ കൊടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്നെങ്ങാനും വല്ല അടിച്ചിട്ടാണോ വരുന്നേ? വല്ല മദ്യപിച്ചിട്ടാണോ വരുന്നേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നവരുള്ള ചോദ്യങ്ങളൊക്കെ ആണല്ലോ നീ ചോദിക്കുന്നേ എന്നൊക്കെ രേവതിയോട് പറഞ്ഞു. രേവതിക്ക് ടെൻഷൻ കാണാൻ രേവതി അങ്ങനെയൊക്കെ ചോദിക്കുന്നേ. ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണോ ആദ്യത്തെ പ്രസവമാണോ അങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളൊക്കെ. സച്ചിക്കാണെങ്കിലോ ആ ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു. സച്ചി പറഞ്ഞു, അതെ നിന്റെ ചോദ്യത്തിനൊക്കെ ഞാൻ പിന്നീട് വന്നിട്ട് ഉത്തരം പറയാം, ഇപ്പൊ ഞാൻ പോയില്ലെങ്കിലേ ഡെലിവറി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതും പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് അങ്ങോട്ട് പോയി. രേവതി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാ വീട്ടിലേക്ക് കയറി വരുന്നേ. രേവതിയുടെ നെഞ്ചിനകത്ത് ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഓ, നീ ഇത്ര സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നു? അല്ലെങ്കിലും അതെ, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ നിനക്ക് സമയമില്ലോ. തോന്നുമ്പോ പോവും, തോന്നുമ്പോ തിരികെ വരും. എന്നിട്ടോ പൂക്കച്ചവടമാണ് ജോലി, ആർക്കറിയാം എവിടെ പോന്നു എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി. രേവതി പക്ഷെ അതൊന്നും കേൾക്കണില്ല. നീ ഇപ്പൊ എനിക്കൊരു ചായ എടുത്തോണ്ട് വരാനൊക്കെ പറഞ്ഞു. രേവതി എന്ത് ചെയ്തു? രേവതി അവിടെ തന്നെ നിൽക്കുവാണ്. നിന്നോടല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പെട്ടെന്ന് TV ഒക്കെ ഇങ്ങോട്ട് വെക്കുവാണ്. TV വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഓർത്ത്, ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞ് TV വെക്കാനായിട്ട്. രേവതിയുടെ റിലേ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതി കുറെ ദേഷ്യപ്പെട്ടു. ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ TV വെക്കുന്ന ഒരു മുതലെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്ന. നിന്റെ തലയ്ക്കകത്ത് എന്താടി, നിനക്ക് ഇത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് കുറെ ദേഷ്യപ്പെട്ടു. രേവതിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ രേവതിയുടെ സങ്കടം മൊത്തം ശ്രുതിയെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഒരു കുഞ്ഞ് അവൾക്ക് മുമ്പുണ്ടായിരുന്നോ? അതോ ഇനിയിപ്പം ശ്രുതിയുടെ കുഞ്ഞെങ്ങാനും ആണോ? പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്നൊരു ചിന്തകളോട് കൂടിയിട്ടാണ് രേവതി അകത്തേക്ക് ചായയൊക്കെ എടുക്കാൻ പോകുന്നത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയൊക്കെ അങ്ങോട്ട് വന്നു. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര ടെൻഷനായി. ചായ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് കൊണ്ടേ കൊടുത്ത കോഫിയാണ്. അതിന്റെ പേരിൽ ചന്ദ്രമതി കുറെ ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയോട്. അല്ലെങ്കിലും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന നിന്റെ ചിന്തയും കാര്യങ്ങളൊന്നും ഇവിടെയൊന്നും അല്ല. ചായ ചോദിക്കുമ്പോൾ നീ കോഫി എടുത്തോണ്ട് തരും എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. രേവതി പറഞ്ഞു, ഞാൻ ചായ തന്നെ എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞു. അവസാനം ശ്രുതിയോട് പറഞ്ഞു, മോളൊന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാണ്. ശ്രുതി പറഞ്ഞു, ഇത് കോഫിയാന്ന് പറയാണ്. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ശ്രുതിക്ക് അന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു. ശ്രുതി പറഞ്ഞു, അമ്മേ ഇന്ന് കുറെ TV ഒക്കെ കച്ചവടം നടന്നു, ഒരു 10-15 ഇടം കച്ചവടം നടന്നു. ഇപ്പൊ വെച്ചടി കയറ്റമാണ് കമ്പനിയിൽ, നല്ലൊരു കാര്യം തന്നെ നടക്കണേന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എന്റെ മോനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ വേണം. ഓരോ ദിവസം വെച്ചടി കയറ്റമായിരിക്കണം. നല്ല രീതിയിൽ തന്നെ ശോഭിക്കാൻ പറ്റും. ചിലർക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ അസൂയൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞു. രേവതിയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. പക്ഷെ രേവതിയുടെ ചിന്തകളും കാര്യങ്ങളും ഒന്നും ആ രീതിയിലായിരുന്നില്ല. ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. ശ്രുതി ഒരു അന്താളിപ്പോട് കൂടി രേവതിയെ നോക്കുന്നുണ്ട്. ഇവളെന്താ തന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. പക്ഷെ രേവതിക്കല്ലേ അറിയത്തുള്ളൂ രേവതിയുടെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്ന കാര്യം എന്താന്നുള്ളത്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. വർഷയും ശ്രീകാന്തും ഭയങ്കര സന്തോഷത്തിൽ തന്നെ വന്നത്. അതേസമയം പുറത്തുപോയ രവീന്ദ്രനും എത്തി. പിന്നീട് വർഷയും ശ്രീകാന്തും ആ കാര്യം പറയാൻ തുടങ്ങുവാണ്. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ടായി.
ചെറിയ സന്തോഷം ഒരു വലിയ കാര്യം തന്നെയാ. സച്ചിയുടെ കാര്യമാ ഇപ്പൊ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, സച്ചിയുടെ കാര്യം അതെന്താടാ മോനെ? ചന്ദ്രമതി പറഞ്ഞു, അവന്റെ കാര്യമല്ലേ, അവ സ്ഥിരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കൂലോ, എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കി കാണുമായിരിക്കും, ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കും, അതവന്റെ സ്ഥിരം പരിപാടിയാ, അങ്ങനെ തന്നെയായിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞു. ആ സമയം വർഷ പറഞ്ഞു, ആന്റി വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല സച്ചിയേട്ടൻ എന്ന് പറഞ്ഞു. ശ്രീകാന്തൻ പറഞ്ഞു, അതെ അമ്മ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ ചീത്ത പറയുന്നുണ്ട് ചന്ദ്രമതിയെ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവളുടെ സ്വഭാവം അങ്ങനെയാ, എത്രയാന്ന് പറഞ്ഞാൽ അവള് നന്നാവാൻ പോകുന്നില്ല, അവൾക്ക് ഇങ്ങനെയാ. എപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, തോക്കി കയറി വെടിവെക്കുന്ന സ്വഭാവം. കാര്യം എന്തായതെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ സച്ചിയെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. ഈ സമയത്ത് രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ, എനിക്ക് കാര്യം അറിയണം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. ആ സമയം സച്ചി അങ്ങോട്ടേക്ക് ഓടി വരുന്നേ. സച്ചിയുടെ കഴുത്തിലൊരു പൂമാല, കയ്യിലൊരു സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിന് എല്ലാവരും വന്ന അന്താളിപ്പോടെ നോക്കുവാണ്. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടാ കഴുത്തെ മാലയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, രേവതിയെ കിട്ടിയ മാല മൊത്തം വിറ്റുപോയി കാണത്തില്ല, അതുകൊണ്ട് വിൽക്കാത്ത മാല അവന് കഴുത്തേലിട്ടോണ്ട് വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു, അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് സച്ചിയും പറഞ്ഞു. സച്ചിയും വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. രവീന്ദ്രൻ വന്നിട്ട് സച്ചിയോട് ചോദിച്ചു, എടാ എന്താടാ കാര്യം, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, നീ കാര്യം എന്താ വെച്ചാൽ അങ്ങോട്ട് തുറന്നു പറ. ആ അതേച്ചാ, ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായെന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, ഫോൺ എടുത്തിട്ടുണ്ട് ഇപ്പൊ സച്ചിയേട്ടന്റെ കാര്യങ്ങൾ ഫോണിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രുതിക്കൊന്നും മനസ്സിലായില്ല. അവരൊക്കെ പരസ്പരം നോക്കുക, കാര്യം എന്താണെന്നും അറിയത്തില്ലോ. രേവതി മാത്രം ഇങ്ങനെ കണ്ണും പിഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രേവതിക്കൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല. രേവതിയുടെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛാ ഇന്നത്തെ സന്തോഷ വാർത്ത എന്താണെന്നറിയോ, ഇന്ന് രാവിലെ ഞാൻ ഓട്ടം പോയതേ, ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, ഗർഭിണിയോ? അതേനെ, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണെങ്കിൽ അവർക്ക് പ്രസവവേദന തുടങ്ങി, രണ്ടാമത്തെ പ്രസവ, ഭയങ്കര പ്രസവവേദനയായിരുന്നു. എനിക്ക് തോന്നി അവർ ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന്. ഞാൻ പെട്ടെന്ന് അവരെ ആ മാർക്കറ്റിന്റെ അടുത്തുള്ള അവിടേക്ക് കയറ്റിയെന്ന് പറയണം, അവിടേക്ക് വണ്ടി ഒതുക്കി അങ്ങോട്ട് കയറ്റിയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ടു, എടാ പ്രസവവേദനയുള്ള ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് പകരം നീ മാർക്കറ്റിന്റെ അങ്ങോട്ട് കയറ്റി എന്തിനാടാ, എടാ നിനക്ക് എന്താ തലയ്ക്ക് എന്താ ഓളമില്ലെന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രുതി ദേഷ്യപ്പെട്ടു സച്ചിയോട്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെ മാർക്കറ്റ് അങ്ങോട്ട് കയറുമ്പോൾ എനിക്കറിയായിരുന്നു, ആ പൂ മാർക്കറ്റിന്റെ അവിടെ എനിക്കറിയാവുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, പ്രായമുള്ള ചേച്ചിമാരാ. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നി. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, നീ എന്തൊക്കെയാടാ പറയണേന്ന് ചോദിച്ചു. അതെ ഹോസ്പിറ്റൽ വരെ അവരെത്തില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറ്റിയത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആ ചേച്ചിമാരൊക്കെ ഓടി വന്നു, കാര്യം തിരക്കി. പിന്നീട് പ്രസവവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ നടന്നു പറയണം. അവിടെ വെച്ച് തന്നെ? അതേന്നേ, അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു, വണ്ടിക്കുള്ളിൽ വെച്ച് തന്നെ കാര്യങ്ങൾ. ആ ചേച്ചിമാരൊക്കെ വന്നു. എൻ്റെ അച്ഛ ഒന്നും പറയണ്ടായിരുന്നു, കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് അവർ തന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഇളം പൈതലിൻ്റെ എൻ്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അച്ഛ. ഞാൻ ആദ്യമായിട്ടാ ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ കയ്യിലേറ്റ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അത് പറയുമ്പോൾ സച്ചിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ ശ്രുതിയൊക്കെ അമ്പരപ്പോട് കൂടിയിട്ട് സച്ചിയെ നോക്കി നിൽക്കുകയാണ്. ആ സമയം വർഷ പറഞ്ഞു, ഇതാ ഫേമസ് ആയിരിക്കുന്നത്, സച്ചിയേണ്ട ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിനെ രക്ഷപ്പെടില്ലായിരുന്ന എല്ലാവരും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇപ്പൊ നീ ഒരാളെ മാത്രമല്ല രക്ഷിച്ചേ, ആ അമ്മയും കുഞ്ഞിനെ രണ്ടുപേരുടെ ജീവനല്ലേ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് ദേഷ്യമായി. ശ്രുതി പറഞ്ഞു, പിന്നെ അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചു പോലും. എടാ അങ്ങോട്ട് കയറ്റിയ സമയത്ത് അവിടെ വെച്ച് ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, ഇപ്പൊ ആൾക്കാരെല്ലാം കൂടെ നിന്നെ കടിച്ചു കീറിയാരെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഈ സമയം വർഷ പറഞ്ഞു, അതെ ഒരു നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞുകൂടെ ശ്രുതിയേട്ട, എങ്ങനെയൊക്കെയാണോ പറയണേ? ശ്രുതി പറഞ്ഞു, നീ എന്തൊക്കെയാ ശ്രുതി പറയണേ, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കണേന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തി. സച്ചി പറഞ്ഞു, എടാ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒന്നുണ്ടടാ, അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ എനിക്കറിയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനു മുമ്പ് വേദന അത്ര കരച്ചിലായിരുന്നു, അവിടം വരെ എത്തില്ല എന്നറിയായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു ബുദ്ധിയാന്ന് പറയണം. വർഷ പറഞ്ഞു, അതെന്തായാലും നന്നായി, എല്ലാവരും സച്ചിയെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ്. പിന്നീട് സച്ചി സീറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണം, അതിനെല്ലാവരും അല്ലേ അഭിനന്ദിച്ചു. ഈ മാലയൊക്കെ എനിക്ക് ഇട്ടു തന്നൊക്കെ പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം നീ ആളും മിടുക്കനാന്നൊക്കെ അറിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. വലിയ ആ കേമോ ആയിപ്പോയി, അങ്ങനെയുള്ള ചിന്താഗതിയും രീതികളൊക്കെ ആയിരുന്നു ചന്ദ്രമതിക്ക്.
ചന്ദ്രമതിക്ക് അല്ലെങ്കിലും സച്ചിക്കൊരു നല്ല കാര്യം ഉണ്ടാകുന്ന അങ്ങ് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലല്ലോ. കുറച്ചേരം കഴിഞ്ഞപ്പോൾ രേവതിയുടെ അടുത്ത് നിന്ന് സച്ചി ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. പക്ഷെ രേവതി കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനൊന്നും പോയില്ല. സച്ചി ഓർക്കുകയും ചെയ്ത് രേവതിക്ക് എന്ത് പറ്റിയെന്ന്. പിന്നീട് രേവതി അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് സച്ചി ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. എന്നാലും സച്ചിയാണ്ട് ഇത്രയ്ക്കും എടുക്കണമെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഓ, എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എത്ര കമൻസ് ഒക്കെ വന്നിരിക്കുന്നത് അറിയാമോ സച്ചിയാനെ കുറിച്ച്. നോക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ രേവതി എത്ര കാര്യമായിട്ട് നോക്കാനൊന്നും പോയില്ല. വർഷയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി. വർഷ പിന്നീട് രേവതിയോട് ചോദിച്ചു, ചേച്ചി സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? സച്ചിയേണ്ണും രേവതി ചേച്ചി തമ്മിൽ വഴക്കുണ്ടോ? എന്ത് കാര്യമാണ് ഇങ്ങനെ തുറന്നു പറ. പറഞ്ഞു കഴിയുമ്പോഴത്തേനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറയൂല്ലോ എന്നൊക്കെ പറഞ്ഞു. മനസ്സിന്റെ ഭാരമൊക്കെ കുറയൂല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും രേവതി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വർഷ ചോദിച്ച് രേവതി ഉള്ള സത്യം പറയാണ്. അതെ, ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷന്. ശ്രുതിയുടെ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് രേവതി ആ കാര്യം പറയണേ. അതെ, ശ്രുതി ഗർഭിണിയായിരുന്നു. ഗർഭിണിയോ? അതേന്നെ, കല്യാണത്തിന് മുമ്പ് അവൾ ഗർഭിണിയായിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ അവളിപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. ദേവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അവൾക്ക് ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയും ഞെട്ടിപ്പോയി. വർഷയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ കാര്യമായിരുന്നത്. വർഷ ചോദിച്ചു, സത്യമാണോന്ന് ചോദിച്ചു. അതേന്നെ, സത്യം. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ദേവു എന്നോട് പറഞ്ഞാന്ന് പറഞ്ഞു. ആരോടും പറയില്ലെന്നൊക്കെ പറഞ്ഞാൽ വർഷയോട് രേവതി ഈ കാര്യം പറയുന്നേ. വർഷയുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. വർഷ നേരെ ഓടിച്ചെല്ലുവാണ്. നേരെ ഓടിച്ചെല്ലുന്നത് ശ്രീകാന്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണം. നേരത്തെ ശ്രുതി ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിപ്പോൾ ജീവനോടെ ഉണ്ടോ, അത് കല്യാണത്തിന് മുമ്പുള്ള ബന്ധമാണോ കല്യാണത്തിന് ശേഷമുള്ളതാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു, അതെങ്ങനെ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വർഷം പറഞ്ഞു, പറയാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ? പറയാതിരുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് എല്ലാവരും മറച്ചു വെക്കുമല്ലേ ചെയ്തേ. അങ്ങനെ ശ്രുതി ചേച്ചി ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെയിൽ വർഷയെക്കുറിച്ച് ചീത്ത പറഞ്ഞു ശ്രീകാന്ത്, നീയായിട്ടൊന്നും പറയാൻ പോകണ്ടെന്നൊക്കെ. പക്ഷെ ശ്രീകാന്തിന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇരുന്നില്ല. ശ്രീകാന്ത് നേരെ സച്ചിയോട് പോയി പറയണം. രേവതി ചേച്ചിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർഷ എന്നോട് വന്ന് പറഞ്ഞാന്ന്. സച്ചിക്കും ടെൻഷനായി. ദൈവമേ, ഇത്രയും വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയുണ്ടായി. പിന്നീട് സച്ചേത് രവീന്ദ്രനോട് പോയി പറഞ്ഞു. ആരോടും പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞ കാര്യങ്ങൾ ഒടുവിൽ ആ വീട്ടിലെല്ലാവരും അറിഞ്ഞു. രവീന്ദ്രൻ അറിഞ്ഞു. ഇപ്പൊ രവീന്ദ്രനെ സഹിക്കാൻ പറ്റിയില്ല. രവീന്ദ്രൻ ചന്ദ്രമതിയോട് പോയി പറയാണ്, ഇത്രയും കാലം ഇവരെല്ലാം മറച്ചു വെച്ചു. നിന്റെ മരുമോള് അവൾ എന്തൊക്കെയോ കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് ചന്ദ്രെ. ഇനിയിപ്പോൾ ശ്രുതിക്ക് അറിയാവുന്ന അറിയത്തില്ല അവൾ പ്രഗ്നന്റ് ആയിരുന്നൊക്കെ. ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ അതോ അങ്ങനെ എന്താ ഏതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതിക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുമോ? ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോണ്ട് ശ്രുതിയെ വിളിക്കുവാണ്. കാരണം ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ശ്രുതിയെ വിളിച്ചു. എല്ലാവരും കൂടെ വന്നു. അങ്ങനെ ശ്രുതിയെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുവാണ്. എന്തായത് എങ്ങനെയെന്നൊക്കെ അറിയണമല്ലോ, സത്യം പറ. ഇതിപ്പോൾ നീ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയെന്നൊക്കെ ചോദിക്കുക. ശ്രുതി പെട്ടുപോയി. അതെന്താ അങ്ങനെ പറഞ്ഞ്? സത്യം പറയണം, ഇത്രയും നാൾ നീ ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുമല്ലായിരുന്നോ? എനിക്കറിയാടി, നീ ഞങ്ങളോട് ചതിയേ ചെയ്തേ. ഇതങ്ങനെ പൊറുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. സത്യം പറയുന്ന നിനക്ക് നല്ലത്. ഒടുവിൽ ശ്രുതി പോലും ഞെട്ടിപ്പോയി. ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യം പറ ശ്രുതി, നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്ന നേരത്തെ കുഞ്ഞുണ്ടായതാണോ? എന്താ ഏതാ? ചന്ദ്രമതി പറഞ്ഞു, നിന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞതായിരുന്നോ? ആ കല്യാണത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നേ. ശ്രുതിക്ക് മനസ്സിലായി താൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞില്ലേ മതിയാവുള്ളൂ. ശ്രുതി കരയണ സമയത്ത് ചന്ദ്രമതിക്കാണ് കട്ടക്കലിപ്പായിരുന്നു. ചന്ദ്രമതി പോയി നിന്നിട്ട് ശ്രുതിയോട് ആക്രോശിക്കുക. സത്യം പറയാൻ നിനക്ക് നല്ലത്. എല്ലാ ചതിയും ചെയ്തിട്ട് നീ എൻ്റെ മോനെ വഞ്ചിക്കുമായിരുന്നു നല്ലതെന്നൊക്കെ. ഒടുവിൽ അവസാനം അടവ് എടുക്കാൻ തീരുമാനിച്ചു ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ ഗർഭിണിയായിട്ടുണ്ട്. അത് പക്ഷേ കല്യാണത്തിന് മുമ്പൊന്നും അല്ല, കല്യാണത്തിന് ശേഷം. ശ്രുതിയുടെ കുഞ്ഞായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായേ, അത് പോയെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം. ശ്രുതി ഒരു വലിയ കള്ളത്തരം തന്നെയാണ് പറയണേ. ശ്രുതിക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രുതി ഒരു കള്ളത്തരമൊക്കെ പറയണത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കും ശ്രുതി, വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ. എല്ലാവരുടെയും മുന്നിൽ തനിക്കൊരു കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ തനിക്ക് നിൽക്കാൻ പറ്റില്ല. തന്നെ എല്ലാവരും അടിച്ചിറക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.